വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മൾ SSC റെയിൽവേ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഏൻഷ്യൻ്റ് ഡൈനാസ്റ്റികളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡൈനാസ്റ്റിയായ മഗധ എംപയറിനെ പറ്റി ഡിസ്കസ് ചെയ്തതായിരുന്നു. ആ ക്ലാസ് കാണാത്തവരുണ്ട്, ആ ക്ലാസ് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണണം, കാരണം ഒരു കണ്ടിന്യൂഷൻ സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടാമത്തെ ഡൈനാസ്റ്റി, അത് മഗധയ്ക്ക് ശേഷം വന്ന രണ്ടാമത്തെ ഡൈനാസ്റ്റി എംപയറായ മൗര്യ സാമ്രാജ്യത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചൊരു കാര്യമാണ്, മഗധയിലെ അവസാനത്തെ റൂളർ അല്ലേ, മഗധയിലെ അവസാനത്തെ റൂളറായിരുന്നു ആര്? നമ്മുടെ ധനനന്ദൻ അല്ലേ. ആ ധനനന്ദന് ശേഷം അല്ലേ അധികാരത്തിലേക്ക് വന്ന വ്യക്തിയാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ അല്ലേ. അപ്പം മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ, മൗര്യ എംപയറിൻ്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യയാണ്. BC 321 മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് BC 321. ആരാണ് ഫൗണ്ടർ? ഫൗണ്ടർ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ എന്തെന്ന് പറയുന്നത്, സ്ഥാപകൻ അല്ലേ. അപ്പോൾ നമ്മൾ കഥയിൽ കേട്ടതാണ്, ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിലേക്ക് വരാൻ കാരണം അല്ലേ ഒരു മന്ത്രിയായിരുന്നു. ആരുടെ മന്ത്രി? ധനനന്ദൻ്റെ മന്ത്രി. അതേ മന്ത്രി പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യയുടെ മന്ത്രി ആവുകയാണ് കേട്ടോ. ചന്ദ്രഗുപ്ത മൗര്യയുടെ മന്ത്രി അദ്ദേഹം തന്നെയാണ്. ആര്? നമ്മുടെ കൗഡല്യൻ അഥവാ ചാണക്യൻ, അല്ലെങ്കിൽ യഥാർത്ഥ പേരില്ലേ, യഥാർത്ഥ പേരെന്താണ്? കൗഡല്യൻ്റെ യഥാർത്ഥ പേരാണ് വിഷ്ണുഗുപ്തൻ അല്ലേ. കൗഡല്യ അഥവാ ചാണക്യ അഥവാ യഥാർത്ഥ നാമം എന്താണ്? വിഷ്ണുഗുപ്തൻ അല്ലേ. ഇദ്ദേഹം എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ബുക്കിൻ്റെ പേരാണ് അർത്ഥശാസ്ത്രം. കൗഡല്യൻ്റെ അർത്ഥശാസ്ത്രം. ആരാണ് അർത്ഥശാസ്ത്രം എഴുതിയത്? ചാണക്യനാണ് കേട്ടോ. ചാണക്യൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഏത്? അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? ചാണക്യൻ അഥവാ കൗഡല്യ. കൗഡല്യൻ്റെ അർത്ഥശാസ്ത്രം കേട്ടോ. യഥാർത്ഥ പേരാണ് വിഷ്ണുഗുപ്തൻ. അപ്പോൾ ഈ വിഷ്ണുഗുപ്തൻ കാരണമാണ് ആരധികാരത്തിലേക്ക് വന്നത്? ചന്ദ്രഗുപ്ത മൗര്യ. ഇതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നറിയോ? ഈ ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്, അലക്സാണ്ടർ ചക്രവർത്തി പോറസിനെ തോൽപ്പിച്ചുകൊണ്ട് പിടിച്ചെടുത്ത കുറച്ച് പ്രദേശമുണ്ട്. ആ പ്രദേശമായി ഇന്നത്തെ നമ്മുടെ അഫ്ഗാനിലെ കാണ്ഡഹാറും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ, അങ്ങനത്തെ കുറച്ച് പ്രദേശങ്ങളാണ് ഈ പോറസിൻ്റെ പക്കിൽ നിന്നും ആര് പിടിച്ചെടുത്തത്? അലക്സാണ്ടർ പിടിച്ചെടുത്തത്. എന്നിട്ട് അലക്സാണ്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അലക്സാണ്ടർ വെച്ച് നാട്ടിൽ പോകണ്ടേ, ഈ സ്ഥലം പിടിച്ചെടുത്ത് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ ഗവർണറെ ഇവിടെ നിയമിച്ചിട്ടാണ് പോയത്. ഈ പോറസിനെ പിടിച്ചെടുത്ത സ്ഥലത്ത് അലക്സാണ്ടറുടെ ഗവർണറെ ആര് നിർത്തും? അലക്സാണ്ടർ നിർത്തിയിട്ട് ഗവർണറായി നിയമിച്ചതിന് ശേഷം അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് തിരികെ പോയി. അലക്സാണ്ടറിൻ്റെ ആ ഗവർണറുടെ പേരാണ് സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയും. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ ഗവർണറുടെ പേരാണ് എന്ത്? സെലൂക്കസ് നിക്കേറ്റർ. ഈ സെലൂക്കസ് നിക്കേറ്റർ ആണ് ഈ പ്രദേശം ഇപ്പം നോക്കുന്നത്. ഈ സമയത്താണ് മഗധ മാറി മൗര്യയിലെ ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിൽ വരുന്നതും. സോ ചന്ദ്രഗുപ്തയുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്, ആ നഷ്ടപ്പെട്ടു പോയ പ്രദേശം എന്ത് ചെയ്യണം? തിരിച്ചു പിടിക്കണം. ആരുടെ പക്കിൽ നിന്നും? സെലൂക്കസ് നിക്കേറ്ററിന്റെ കൈകളിൽ നിന്നും അത് തിരിച്ചു പിടിക്കണം. അങ്ങനെ സെലൂക്കസ് നിക്കേറ്ററുമായിട്ട് യുദ്ധത്തിൽ ആരേർപ്പെടും? ചന്ദ്രഗുപ്ത മൗര്യ ഏർപ്പെടും. അങ്ങനെ ആരൊക്കെ തമ്മിലൊരു യുദ്ധം വരികടാ? ഒരു പക്ഷത്ത് സെലൂക്കസ് നിക്കേറ്റർ, ഗവർണർ ഓഫ് ആര്? അലക്സാണ്ടർ. അലക്സാണ്ടർ ഗവർണറായ സെലൂക്കസ് നിക്കേറ്ററും, മറുവശത്ത് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യനും തമ്മിൽ എന്ത് നടക്കുന്നു? യുദ്ധം നടക്കുന്നു. എന്ത് നടക്കുന്നു? യുദ്ധം നടക്കുന്നു. ഈ യുദ്ധം ഏകദേശം ഒരു ഹാഫ് ആയപ്പോൾ തന്നെ നമ്മുടെ സെലൂക്കസ് നിക്കേറ്ററിന് ഒരു കാര്യം മനസ്സിലായി, യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ യുദ്ധം ആര് ജയിക്കും? ചന്ദ്രഗുപ്ത മൗര്യ ജയിക്കും. കാരണം വളരെ ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? ചന്ദ്രഗുപ്ത മൗര്യ. സോ യുദ്ധം സെലൂക്കസ് നിക്കേറ്റർ തോറ്റാൽ അത് ആർക്ക് വലിയൊരു അഭിമാന പ്രശ്നം ഉണ്ടാക്കും? നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിക്ക്.
അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ സെലൂക്കസ് നിക്കേറ്റർ ആരുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടും? ചന്ദ്രഗുപ്ത മൗര്യയുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടും കേട്ടോ. സന്ധി വേറെ ഒന്നുമില്ല, അന്ന് ആ പോറസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശം ആർക്ക് വിട്ടു നൽകാം? ചന്ദ്രഗുപ്ത മൗര്യയ്ക്ക് വിട്ടു നൽകാം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ സെലൂക്കസ് നിക്കേറ്റർ പറയുകയും അത് മാത്രമല്ല സെലൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യ അടുത്ത് ഒരു ചെറിയ റിക്വസ്റ്റ് വെച്ചു. റിക്വസ്റ്റ് വേറെ ഒന്നുമല്ല, സെലൂക്കസ് നിക്കേറ്ററുടെ മകളായ ഹെലനയെ ആര് വിവാഹം കഴിക്കണമെന്ന് കൂടി പറഞ്ഞു? ചന്ദ്രഗുപ്ത മൗര്യ കേട്ടാ. ചന്ദ്രഗുപ്ത മൗര്യ സെലൂക്കസ് നിക്കേറ്ററുടെ മകളാണ് ഹെലനയെ വിവാഹം കഴിക്കണമെന്ന് റിക്വസ്റ്റ് കൂടി മുന്നോട്ട് വെച്ചു. പക്ഷേ ചന്ദ്രഗുപ്ത മൗര്യ അത് റിജക്റ്റ് ചെയ്തു? ഇല്ല, അദ്ദേഹം റിജക്റ്റ് ചെയ്യില്ല. അദ്ദേഹം നോക്കിയപ്പോൾ എന്താണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ നമ്മൾ പറയൂലേ. കാരണം എന്താ? നഷ്ടപ്പെട്ട സ്ഥലവും തിരിച്ചു കിട്ടി, നമ്മുടെ സെലൂക്കസ് നിക്കേറ്ററുടെ മകളെ എന്ത് ചെയ്തു? കിട്ടി. കാരണം പുള്ളിക്കാരി കള്ളം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഹെലനയെ ആര് വിവാഹം കഴിക്കുന്നു? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ വിവാഹം കഴിക്കുന്നു കേട്ടോ. ഹെലനയെ ആര് വിവാഹം കഴിക്കുന്നു? ചന്ദ്രഗുപ്ത മൗര്യ വിവാഹം കഴിക്കുന്നു കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന സെലൂക്കസ് നിക്കേറ്റർ ഇപ്പൊ ചന്ദ്രഗുപ്ത മൗര്യയുടെ ആരാണ്? അമ്മായിയപ്പൻ അല്ലേ? ചന്ദ്രഗുപ്ത മൗര്യയുടെ അമ്മായിയപ്പനാണ് ഇപ്പൊ ആര്? നമ്മുടെ സെലൂക്കസ് നിക്കേറ്റർ അല്ലേ? എന്ന് പറയുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യക്ക് ആരുമായിട്ട് റിലേഷൻ വരുന്നു? ഗ്രീക്കുകാരുമായിട്ട് അല്ലേ? ഗ്രീക്ക് കഥകളിൽ ആരുടെ പേരിന് പറയുന്നുണ്ട്? ചന്ദ്രഗുപ്ത മൗര്യയുടെ പേരിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഏത് കഥകളിൽ? ഗ്രീക്ക് കഥകളിൽ ചന്ദ്രഗുപ്ത മൗര്യയുടെ പേരാണ് സാൻഡ്രോകോട്ടസ് എന്നാണ്. ഗ്രീക്ക് കഥകളിൽ ചന്ദ്രഗുപ്ത മൗര്യയുടെ പേരാണ് ഏത് ഇന്ത്യൻ റൂളറാണ് ഗ്രീക്ക് കഥകളിൽ സാൻഡ്രോകോട്ടസ് എന്നറിയപ്പെടുന്നത്? ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യയാണ്. എന്തുകൊണ്ടാ? നമ്മുടെ സെലൂക്കസ് നിക്കേറ്ററുടെ മകളായ ഹെലനയെ ആര് വിവാഹം കഴിക്കും? ചന്ദ്രഗുപ്ത മൗര്യ വിവാഹം കഴിക്കും. അങ്ങനെ ഗ്രീക്കുകാരുമായിട്ട് വലിയൊരു ബോണ്ട് ആര് സ്റ്റാർട്ട് ചെയ്യുന്നു? ചന്ദ്രഗുപ്ത മൗര്യ. അങ്ങനെ സെലൂക്കസ് നിക്കേറ്റർ ആ പിടിച്ചെടുത്ത സ്ഥലം ആർക്ക് വിട്ടുകൊടുക്കും? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യയ്ക്ക് വിട്ടുകൊടുക്കും കേട്ടോ. അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യയാണ് ഇന്ത്യയുടെ ആദ്യത്തെ എംപററായി അധികാരത്തിൽ, ഇന്ത്യയുടെ ആദ്യത്തെ ചക്രവർത്തി. ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ മഹാപത്മനന്ദ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഹീസ് ദി ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ എംപറർ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹിസ്റ്റോറിക്കൽ എടുത്ത് മാറ്റിയാൽ വ്യക്തിയും മാറും. ഇന്ത്യയുടെ ആദ്യത്തെ എംപറർ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. ഹിസ്റ്റോറിക്കൽ എംപറർ എന്ന് ചോദിച്ചാൽ അതാരാണ്? മഹാപത്മനന്ദ ഹിസ്റ്റോറിക്കൽ എംപററും ഇന്ത്യയുടെ ആദ്യത്തെ ചക്രവർത്തി എംപറർ ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ചന്ദ്രഗുപ്ത മൗര്യയുമാണ്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ഭാര്യയാണ് ആര്? ഹെലന. പുള്ളിക്ക് 2 ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഭാര്യ നമ്മുടെ ഹെലനയും ഇദ്ദേഹത്തിന് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. അതായിരുന്നു ദുർധര കേട്ടോ. ചന്ദ്രഗുപ്തന്റെ ആദ്യത്തെ ഭാര്യയാണ്, ഫസ്റ്റ് ഭാര്യ ദുർധരയും രണ്ടാമത്തെ ഭാര്യയാണ് ആര്? ഹെലന. രണ്ടാമത്തെ ഭാര്യയാണ് ഹെലന. ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് ദുർധരയാണ്. ഇപ്പൊ ദുർധരയുടെ ചരിത്രം തന്നെ പല രീതിയിൽ പറയുന്നുണ്ട്. ഈ ദുർധര എന്ന് പറയുന്നത് നമ്മുടെ ധനനന്ദന്റെ മകളെന്ന് ചില ജൈൻ പുസ്തകത്തിൽ പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ മഗധയിലെ അവസാനത്തെ റൂളറില്ലേ, മഗധയിലെ അവസാനത്തെ റൂളർ ആരായിരുന്നു? ധനനന്ദനായിരുന്നു. ഈ ധനനന്ദന്റെ മകളാണ് നമ്മുടെ ചന്ദ്രഗുപ്തന്മാരുടെ ആദ്യത്തെ ഭാര്യ ആര്? ദുർധര എന്നും പറയുന്നുണ്ട് ചില കഥകളിൽ കേട്ടാ. ചില ആൾ പറയുന്നത് ചന്ദ്രഗുപ്തന്മാരുടെ കസിനാണ് ആര്? ഈ ദുർധര എന്നും പറയുന്നുണ്ട്. ഓക്കെ, 2 രീതിയിലും പറയുന്നുണ്ട്. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ധനനന്ദന്റെ മകളാണ് ആര്? ഈ ദുർധര വിവാഹം കഴിച്ചത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. രണ്ടാമത്തെ ഭാര്യയാണ് ആര്? സെലൂക്കസ് നിക്കേറ്ററുടെ മകളായ ഹെലന എന്ന് പറയുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആര്? ഹെലന. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടത് ചന്ദ്രഗുപ്ത മൗര്യ ഗ്രീക്കുകാരുമായിട്ട് വലിയൊരു ബോണ്ട് അവിടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അങ്ങനെ നമ്മുടെ അലക്സാണ്ടറിന്റെ കൊട്ടാരത്തിലുള്ള ഒരു ഗ്രീക്ക് അംബാസഡർ ഇന്ത്യ എന്ത് ചെയ്യുന്നു? വിസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഗ്രീക്ക് അംബാസഡർ ആരെന്ന് ചോദിക്കും. അത് ആരുടെ കോർട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്? ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മെഗസ്തനിസ്. എന്താണ് പേര്? മെഗസ്തനിസ് കേട്ടാ. നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ട് വിസിറ്റ് ചെയ്ത ആദ്യത്തെ ഗ്രീക്ക് അംബാസഡറിന്റെ പേരാണ് എന്ത്? മെഗസ്തനിസ് കേട്ടാ. അപ്പൊ മെഗസ്തനിസ് ആരുടെ കോർട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്? ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ട് വിസിറ്റ് ചെയ്ത ആദ്യത്തെ ഗ്രീക്ക് അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ ഈ മെഗസ്തനിസ് ഇല്ലേ, ഇന്ത്യയെ പറ്റി
പരാമർശിക്കുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ബുക്കിൻ്റെ പേരാണ് ഇൻഡിക്ക എന്ന് പറയും കേട്ടാ. ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരെന്ന് ചോദിക്കും, അത് മെഗസ്തനിസ് ആണ്. മെഗസ്തനിസ് എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഏത്, ഇൻഡിക്ക. ഇൻഡിക്ക എഴുതിയത് ആരാണ്, മെഗസ്തനിസ് ആണ് കേട്ടോ. അപ്പോൾ മെഗസ്തനിസ് ആരാണ്, ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഗ്രീക്ക് അംബാസഡർ ആണ് ആര്, മെഗസ്തനിസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വളരെ കാലം ഇന്ത്യ ഭരിച്ച, അത് മൗര്യ ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്ന ആര്, ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അധികാരം ദുർധരയിൽ, നമ്മുടെ ദുർധരയിൽ അദ്ദേഹത്തിന് ജനിച്ച മകനാണ് നമ്മുടെ ബിന്ദുസാരൻ കേട്ടോ. ചന്ദ്രഗുപ്ത മൗര്യയ്ക്ക് ആദ്യത്തെ ഭാര്യയായ നമ്മുടെ ദുർധരയിൽ ജനിച്ച മകനാണ് ബിന്ദുസാരൻ. ബിന്ദുസാരൻ എന്ത് ചെയ്യും, അധികാരം കൈമാറും. അതിൻ്റെ മകനായ, നമ്മൾ ഇതിനു മുമ്പ് ഒരു സാരൻ പഠിച്ചിട്ടുണ്ട്, ബിംബിസാരൻ. അത് ബിംബിസാരൻ, ഇത് ബിന്ദുസാരൻ. ബിന്ദുസാരന് അധികാരം ആര് കൈമാറുന്നു, ചന്ദ്രഗുപ്ത മൗര്യ കൈമാറുകയും നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ നമ്മുടെ കർണാടകയിലെ ശ്രാവണ ബെൽഗോള എന്ന പ്രദേശത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യും, തീർത്ഥാടനത്തിന് പോവുകയും ചെയ്യും. അങ്ങനെ ഈ ശ്രാവണ ബെൽഗോളയിൽ വെച്ചാണ് ആര് മരിക്കുന്നത്, ചന്ദ്രഗുപ്ത മൗര്യ മരിക്കും. അതിൻ്റെ സമാധി സ്ഥലം, റെസ്റ്റിംഗ് പ്ലേസ് എവിടെയാണ്, ഈ ശ്രാവണ ബെൽഗോള വളരെ ഫേമസ് അല്ലേ. എന്തുകൊണ്ടായിരുന്നു ഈ ശ്രാവണ ബെൽഗോള? നമ്മൾ ബുദ്ധിസം ജൈനിസം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈൻ സെന്റർ അല്ലെ, ഒരു ജൈനമത വിശ്വാസ കേന്ദ്രമാണ് ഏത്, കർണാടകയിലെ ശ്രാവണ ബെൽഗോള. അതിൻ്റെ അർത്ഥം ചന്ദ്രഗുപ്ത മൗര്യ അവസാന നിമിഷം സ്വീകരിച്ച മതം ഏത് മതമാണ്, ജൈനമതമാണ് കേട്ടോ. ജൈനമതം അവസാന നിമിഷങ്ങളിൽ ആര് സ്വീകരിക്കും, ചന്ദ്രഗുപ്ത മൗര്യ സ്വീകരിക്കുകയും ശ്രാവണ ബെൽഗോളയിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, സമാധിയാവുകയും ചെയ്യുന്നു കേട്ടോ. അപ്പം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അധികാരത്തിൽ വരുന്നു. മകൻ്റെ പേരാണ് ബിന്ദുസാരൻ. ആരാണ്, ബിന്ദുസാരൻ. ബിന്ദുസാരൻ അധികാരത്തിൽ വരുന്നു. ഈ ബിന്ദുസാരൻ്റെ സമയത്ത് ഒരു ഗ്രീക്ക് അംബാസഡർ, സെക്കൻഡ് മെഗസ്തനിസ് ആണ് ആദ്യം വന്നത്. രണ്ടാമതായി ഇന്ത്യയിൽ വരുന്ന ഗ്രീക്ക് അംബാസഡർ ആണ് ഡമസ്കസ് കേട്ടോ. ഫസ്റ്റ് മെഗസ്തനിസ് ആരുടെ കോർട്ടില, ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിൽ. അതിനുശേഷം രണ്ടാമത് വരുന്നു ആരാണ്, ഡമസ്കസ്. രണ്ടാമത് വരുന്നത് ആരാണ്, ഡമസ്കസ്. ആരുടെ കോർട്ടിലാണ് വരുന്നത്, ബിന്ദുസാരൻ്റെ കോർട്ടിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിന്ദുസാരനും ഒരു ഗ്രീക്ക് പേരുണ്ട്. ബിന്ദുസാരൻ്റെ ഗ്രീക്ക് പേരാണ് അമിത്രോട്ടസ് കേട്ടോ. അമിത്രോട്ടസ് എന്ന് പറയും, അമിത്രോകോട്ടസ്. അമിത്രോട്ടസ് ആരും ചോദിച്ചാൽ ആരാണ്, ബിന്ദുസാരൻ്റെ ഗ്രീക്ക് പേരാ. ബിന്ദുസാരൻ്റെ ഗ്രീക്ക് പേരാണ് എന്ത്, അമിത്രോട്ടസ് കേട്ടോ. അപ്പം നേരത്തെ അച്ഛൻ ചന്ദ്രഗുപ്ത മൗര്യക്ക് എന്തായിരുന്നു, സാൻഡ്രോ കോട്ടസ്. ആര്, ചന്ദ്രഗുപ്ത മൗര്യ. അമിത്രോ കോട്ടസ് ആരാണ്, നമ്മുടെ ബിന്ദുസാരന്. ബിന്ദുസാരൻ്റെ ഗ്രീക്ക് പേരാണ് എന്ത്, അമിത്രോട്ടസ്. ഓക്കെ, ഇതിന് ശേഷം നമ്മുടെ ഈ ബിന്ദുസാരനും ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ അനേകം ആൺമക്കൾ ആർക്കുണ്ടായിരുന്നു, ബിന്ദുസാരനുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മൂത്ത മകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും മൂത്ത മകൻ എന്ന് പറയുന്നത് സുഷിമ എന്ന് പറയുന്ന ഒരു രാജകുമാരനായിരുന്നു. സുഷിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മൂത്ത മകൻ എന്ന് പറയുന്നത്. ഈ ബിന്ദുസാരന് അടുത്ത റൂളറായി ആക്കാൻ ആഗ്രഹം ആരെയായിരുന്നു, ഈ സുഷിമയെ ആയിരുന്നു. ഇനി ഈ ബിന്ദുസാരന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകനായിരുന്നു നമ്മുടെ അശോകൻ. അതായത് സുഷിമയുടെ അനിയന, സുഷിമയുടെ ബ്രദർ, സ്റ്റെപ്പ് ബ്രദർ, ബിന്ദുസാരന് വേറൊരു ഭാര്യയിൽ ജനിച്ച മകനാണ് ആര്, അശോകൻ. ഈ ആൺമക്കളെല്ലാം തമ്മിൽ അധികാരത്തിന് വേണ്ടി വലിയൊരു പോരാട്ടം അവിടെ നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ബിന്ദുസാരന് ആഗ്രഹം ആരാക്കണം, സുഷിമയെ ആക്കണം. പക്ഷേ ആ കൊട്ടാരത്തിലുള്ള വ്യക്തികൾക്ക്, അതായത് കൊട്ടാരത്തിലെ മന്ത്രിമാർ, അങ്ങനെയുള്ള എല്ലാവർക്കും അടുത്ത റൂളറായി ആകാൻ ആഗ്രഹം ആരെന്നറിയുമോ, സുഷിമയല്ല. അവർക്കെല്ലാവർക്കും ആഗ്രഹം ആരാവണം, അശോകൻ അടുത്ത റൂളർ ആവണം. അവിടെ അടുത്ത റൂളർ ആരാവണം, അശോകൻ ആകണമെന്നായിരുന്നു അവരുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ബിന്ദുസാരൻ അധികാരത്തിൽ കൊണ്ടുവന്നു, സുഷിമയെ അടുത്ത റൂളറായി കൊണ്ടുവന്നു. അപ്പോൾ ബിന്ദുസാരന് ശേഷം അടുത്ത റൂളർ ആരാടെ, നമ്മുടെ ഈ സുഷിമയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സുഷിമയെ കൊണ്ടുവന്നെങ്കിലും കൊട്ടാരത്തിലെ ആളുകൾക്ക് എന്തില്ല, അതിനോട് അത്ര യോജിപ്പില്ലായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മുടെ ഈ ബിന്ദുസാരൻ്റെ കൊട്ടാരത്തിൽ, അതായത് ബിന്ദുസാരൻ്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ സുഷിമയുടെ കൊട്ടാരത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രിയുടെ പേരാണ് രാധാഗുപ്തൻ എന്ന് പറയും. രാധാഗുപ്തൻ.
ആരുടെ മന്ത്രി? സുഷിമയുടെ മന്ത്രിയാണ് ആര്? രാധാഗുപ്തൻ. ഈ രാധാഗുപ്തനും നമ്മുടെ ഈ കൗടല്യൻ എന്ന് പറഞ്ഞാൽ ആരാ? വിഷ്ണുഗുപ്തൻ. കൗടല്യൻ യഥാർത്ഥ പേരെന്താ? വിഷ്ണുഗുപ്തനും തമ്മിൽ ചരിത്രത്തിൽ ഒരു ബന്ധം പറയുന്നുണ്ട്. നമ്മുടെ ഈ കൗടല്യന്റെ ശിഷ്യൻ അല്ലെങ്കിൽ കൗടല്യന്റെ ഗ്രാൻഡ് സണ്ണാണ് ഈ രാധാഗുപ്തൻ എന്നും കഥകളിൽ പറയുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. നമ്മുടെ കൗടല്യ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ എന്നാണ് അല്ലേ. ഈ വിഷ്ണുഗുപ്തന്റെ, അത് കൗടല്യന്റെ, ചാണക്യന്റെ ഗ്രാൻഡ് സണ്ണാണ് ഈ രാധാഗുപ്തൻ എന്നും ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഈ രാധാഗുപ്തൻ അവിടെ കുറച്ച് കളികളൊക്കെ കളിച്ച് ആരുടെ അധികാരം? സുഷിമയുടെ അധികാരത്തെ ആരുടെ കൈകളിൽ എത്തിക്കും? അശോകന്റെ കൈകളിൽ എത്തിക്കും കേട്ടാ. അപ്പൊ പണ്ട് നമ്മൾ കണ്ടതാണ്, ധനനന്ദനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി മൗര്യന്മാരെ കൊണ്ടുവന്ന ആരാ? ചന്ദ്രഗുപ്ത മൗര്യനെ കൊണ്ടുവന്നത് ആരായിരുന്നു? നമ്മുടെ ആരായിരുന്നാണ്? വിഷ്ണുഗുപ്തനായിരുന്നു, അഥവാ ചാണക്യൻ. അതേ ചരിത്രം ഒരിക്കൽ കൂടി എന്ത് ചെയ്യാണ്? ആവർത്തിക്കുകയാണ്. ആരിൽ കൂടെ? അതേ വിഷ്ണുഗുപ്തന്റെ, അതേ ചാണക്യന്റെ ഗ്രാൻഡ് സണ്ണായ രാധാഗുപ്തൻ അല്ലേ? ആരാ? ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗ്രാൻഡ് സണ്ണായ സുഷിമയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി അതേ ചന്ദ്രഗുപ്ത മൗര്യയുടെ മറ്റൊരു ഗ്രാൻഡ് സണ്ണായ അശോകനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇടയ്ക്ക് കൂടി ചോദിച്ചതാണ്, ആരാണ് അശോകന്റെ അഡ്വൈസർ അല്ലെങ്കിൽ അശോകന്റെ കൊട്ടാരത്തിലെ മന്ത്രി? അശോകന്റെ മന്ത്രിയുടെ പേരാണ് രാധാഗുപ്തൻ കേട്ടാ. ചന്ദ്രഗുപ്ത മൗര്യയുടെ മന്ത്രിയുടെ പേരാണ് വിഷ്ണുഗുപ്തൻ. ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് ആൾക്കാർ ചെയ്ത ആൻസർ ആയിരുന്നു അശോകന്റെ മന്ത്രി ആരെന്ന് ചോദിച്ചപ്പോൾ വിഷ്ണുഗുപ്തൻ എന്ന്. കാരണം നമ്മൾ ആ ഒരു സെഷനിൽ വിഷ്ണുഗുപ്തന്റെ പേരാണ് ധാരാളം കേട്ടിട്ടുള്ളത്. പക്ഷെ ശ്രദ്ധിക്കണം, ചന്ദ്രഗുപ്ത മൗര്യയുടെ മന്ത്രിയാണ് ചാണക്യൻ അഥവാ വിഷ്ണുഗുപ്തൻ അല്ലേ. അതേ ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗ്രാൻഡ് സൺ, മകന്റെ മകനാണ് അശോകൻ. അപ്പൊ അത്രയും കാലം ആര് ജീവിച്ചിരുന്നിട്ടില്ല? ചാണക്യൻ ജീവിച്ചിരുന്നിട്ടില്ല. അത് നമുക്ക് ജസ്റ്റ് ഒരു ലോജിക്ക് വെച്ച് നോക്കിയാലും വിഷ്ണുഗുപ്തൻ ആകില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം ബിന്ദുസാരന്റെ മകൻ കൂടിയാണ്. കാരണം നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ആര് അധികാരത്തിൽ വരുന്ന സമയത്ത്? അശോകന് വരുന്ന സമയത്ത്. സോ അശോകന്റെ മന്ത്രി ആ ചന്ദ്രഗുപ്ത മൗര്യയുടെ മന്ത്രിയായ വിഷ്ണുഗുപ്തന്റെ ഗ്രാൻഡ് സണ്ണ ആര്? രാധാഗുപ്തൻ. അങ്ങനെ രാധാഗുപ്തൻ കാരണം ആര് അധികാരത്തിലേക്ക് വരും? നമ്മുടെ അശോകൻ അധികാരത്തിലേക്ക് വരും. അപ്പൊ അടുത്ത റൂളർ ആരാ? മൗര്യന്മാരിൽ ഏറ്റവും ഫേമസ് റൂളർ ചന്ദ്രഗുപ്ത മൗര്യ കഴിഞ്ഞാൽ ഈ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ഫേമസ് റൂളറാണ് ആര്? അശോകൻ അഥവാ ഒരു നിക്നെയിം ഉണ്ട്, ദേവനാംപിയ. അശോകന്റെ ഒരു നിക്നെയിമാണ് എന്ത്? ദേവനാംപിയ. ദേവനാംപിയ മീൻസ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ദേവനാംപിയ. ആര്? അശോകൻ. കാരണം എന്തുകൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ അശോകന്റെ ജീവിതം, അതായത് സുഷിമയെ എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ നിന്ന് പുറത്താക്കി അശോകൻ അധികാരത്തിലേക്ക് വരുന്നു. വളരെ പവർഫുൾ റൂളറായിരുന്നു ആര്? നമ്മുടെ ഈ അശോകൻ. കാരണം എന്ന് വെച്ചാൽ അശോകന്റെ തന്നെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു യുദ്ധമുണ്ട്. ഏത് യുദ്ധമെന്നറിയോ? അതാണ് നമ്മുടെ കലിംഗ യുദ്ധം അല്ലെ. അശോകന്റെ തന്നെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു യുദ്ധമായിരുന്നു ഏത്? BC 200 വർഷം. ശ്രദ്ധിക്കണം, കലിംഗ യുദ്ധത്തെ പറ്റി ചോദിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വർഷം കേട്ടോ. നോർമലി നമുക്ക് BCയിലെ വർഷങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിലും കുറച്ച് ഇങ്ങനത്തെ വർഷങ്ങളുണ്ട്. ഈ കലിംഗ യുദ്ധം, ഹൈഡാസ്പാസ് യുദ്ധം, അപ്പം അങ്ങനത്തെ കുറച്ച് വർഷങ്ങൾ എന്ത് ചെയ്യുക? കെയർഫുള്ളായി നോക്കി വയ്ക്കുക. അപ്പോൾ കലിംഗ യുദ്ധം, കലിംഗ ഇന്നത്തെ സ്ഥലം ഒഡീഷ, നമ്മുടെ ഒഡീഷ മേഖലയിൽ ഉണ്ടായിരുന്ന കലിംഗ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന കലിംഗ യുദ്ധം BC 261. ഈ യുദ്ധം അശോകന്റെ ജീവിതത്തെ തന്നെ എന്ത് ചെയ്തു? മാറ്റിമറിച്ചു. കാരണം ഈ ഒരു യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ കലിംഗ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ആ ഒരു പശ്ചാത്താപം, അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി, കാരണം അശോകൻ കാരണമാണ് യുദ്ധം നടന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചത്. അദ്ദേഹം ചെയ്ത ആ ഒരു തെറ്റ് അദ്ദേഹത്തിന് എന്ത് വന്നു? വലിയൊരു കുറ്റബോധം ഉണ്ടാവുകയും അദ്ദേഹം അധികാരത്തിൽ നിന്നും എന്ത് ചെയ്തു? വിട്ടുനിന്നു. അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. എന്ത് മതം സ്വീകരിച്ചു? ബുദ്ധമതം. അപ്പം ശ്രദ്ധിക്കുക, അശോകന്റെ ഗ്രാൻഡ് ഫാദർ ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യ സ്വീകരിച്ച മതം ഏതാ? ജൈന മതവും. എന്നാൽ ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗ്രാൻഡ് സണ്ണായ അശോകൻ സ്വീകരിച്ച മതം ഏത് മതം? ബുദ്ധമതം അല്ലേ. അശോകൻ സ്വീകരിച്ച മതം ഏതാണ്?
ബുദ്ധമതമാണ് അല്ലേ. എന്തുകൊണ്ടാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്? ഏതാ അദ്ദേഹം ചെയ്ത തെറ്റെന്തായിരുന്നു? കലിംഗ യുദ്ധം. ഈ അശോകന്റെ ജീവിതത്തെ പറ്റി പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അയൺ പെല്ലേഴ്സുകളിൽ, റോക്ക് എഡിക്സുകളിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അശോകന്റെ ചരിത്രത്തെ പറ്റി പറയുന്ന കുറച്ച് മേഖലകളിൽ അശോകൻ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് 13ാമത്തെ റോക്ക് എഡിക്സ്. കേട്ടോ, 13ാമത്തെ റോക്ക് എഡിക്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിലാണ് കലിംഗ യുദ്ധത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. കലിംഗ യുദ്ധത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ഏത് റോക്ക് എഡിക്സിലാണ്? 13ാമത്തെ മേജർ റോക്ക് എഡിക്സിലാണ് എന്ത് യുദ്ധത്തെ പറ്റി? കലിംഗ യുദ്ധത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. കേട്ടോ, അപ്പോൾ കലിംഗ യുദ്ധം നടന്ന വർഷം ഏതാ? BC 261. അതുപോലെ തന്നെ അശോകൻ ഈ റോക്ക് എഡിക്സിലൊക്കെ മെയിനായിട്ടും ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ അത് പ്രാകൃത് ഭാഷയാണ്. ഏത് ഭാഷയാണ്? പ്രാകൃത്. നമ്മുടെ ഏൻഷ്യനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് ആണ് ഏത്? ഈ പ്രാകൃത് എന്ന് പറയുന്ന ഭാഷ. നമ്മുടെ ഹിന്ദിയുടെയൊക്കെ ഒരു മുൻഗാമി എന്നൊക്കെയാണ് ആരെ പറയുന്നത്? പ്രാകൃത ഭാഷയെ പറയുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ഭാഷയാണ്. ഏൻഷ്യനിൽ ഉണ്ടായിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ് ഇത് പ്രാകൃത്. ഈ പ്രാകൃത് അതുപോലെ തന്നെ ഈ പ്രാകൃത ഭാഷയിൽ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് അതെന്ന് ചോദിക്കും. അത് ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ്. കേട്ടോ, ബ്രഹ്മി എന്ന് പറയുന്ന ഒരു തരം സ്ക്രിപ്റ്റിലാണ് എന്ത് ഭാഷ? പ്രാകൃത ഭാഷ. അപ്പോൾ ചോദിക്കും അശോകൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഏത്? അശോകൻ്റെ ഈ പറയുന്ന റോക്ക് എഡിക്സിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ ചോദിച്ചാൽ ഏതാ? അത് പ്രാകൃത ഭാഷയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് ബ്രഹ്മി സ്ക്രിപ്റ്റുമാണ് അശോകൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ബുദ്ധമതം സ്വീകരിക്കുകയും ഈ അതേ അശോകൻ തന്നെയാണ് 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ വിളിച്ചു കൂട്ടിയത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടത് അജാശത്രു കാലാശോകൻ 3ാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടിയ രാജാവാരാ? നമ്മുടെ അശോകൻ. എവിടാ? എവിടാ? പാടലിപുത്ര. വൈ? അശോകന്റെ ക്യാപിറ്റൽ പാടലിപുത്ര. മൗര്യന്മാരുടെ ക്യാപിറ്റൽ പാടലിപുത്ര. മൗര്യന്മാരുടെ ക്യാപിറ്റൽ എവിടെയാണ്? പാടലിപുത്രയായിരുന്നു. അതുകൊണ്ടാണ് അശോകൻ 3ാം ബുദ്ധമത സമ്മേളനം എവിടെ വിളിച്ചു കൂട്ടുന്നത്? ഈ പാടലിപുത്രയിൽ വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്ന എവിടെയും ചോദിച്ചാൽ എവിടെയാടാ? അത് പാടലിപുത്രയിലാണ്. ആരാ നടത്തിയത്? അശോകനാണ് നടത്തിയത്. ഇനി അശോകനുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് മറ്റൊരു കാര്യമാണ് അശോകന്റെ കാലഘട്ടത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കേട്ടോ, നമുക്കറിയാം ഈ സ്തൂപങ്ങൾ എന്ന് പറയുന്നത് ഏത് മതമായി റിലേറ്റ് ചെയ്ത് വരുന്നതാ? ബുദ്ധമതമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഈ സ്തൂപങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അശോകൻ നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തൂപമാണ് നമ്മുടെ യുനെസ്കോയുടെ തന്നെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപ അല്ലേ. നമ്മുടെ യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടുള്ള ഒരു മോണമെൻ്റ് ആണ് ഏത്? നമ്മുടെ സാഞ്ചിയിലെ സ്റ്റേറ്റ് മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ്, ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്തൂപമാണ് ഏത്? മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപ. ആ സാഞ്ചി സ്തൂപ കെട്ടിയത് ആരാ? അശോകനാണ്. ഈ അശോകനാണ് മധ്യപ്രദേശിലെ ഈ ഒരു സാഞ്ചി സ്തൂപം എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സ്തൂപമാണ് ഏത്? സാഞ്ചിയിലെ സ്തൂപം. അതുപോലെ തന്നെ ഇതേ അശോകൻ നമ്മുടെ ഉത്തർപ്രദേശിൽ, നമ്മളിപ്പോൾ കണ്ട സാഞ്ചി സ്തൂപം എവിടെയാ? മധ്യപ്രദേശാണ്. നമ്മുടെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ അദ്ദേഹം ഒരു സ്തൂപം നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്തൂപത്തിൻ്റെ പേരാണ് ദമേക്ക് സ്തൂപ. ഇതാണ് ഈ ഫിഗറിൽ കാണുന്നതാണ് ദമേക്ക് സ്തൂപ. നമ്മുടെ വാരണാസിയിലാണ് ഈ ഒരു സ്തൂപം. നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഒരു സ്പിരിച്വൽ സിറ്റിയാണ് അല്ലേ. സ്പിരിച്വൽ സിറ്റിയാണ് ഏത്? വാരണാസി എന്ന് പറയുന്നത്. ആ വാരണാസിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബുദ്ധിസ്റ്റ് സെൻ്ററാണ് നമ്മുടെ ഈ ദമേക്ക് സ്തൂപ. കേട്ടോ, ഈ ദമേക്ക് സ്തൂപയും എവിടെയാണ്? ഇതേ വാരണാസിയിലാണ്. ആ വാരണാസിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു സ്തൂപമാണ് ഏത്? ദമേക്ക് സ്തൂപ. കേട്ടോ, ആ ദമേക്ക് സ്തൂപ കെട്ടിയത് ആരാണ്? അശോകനാണ്. കേട്ടോ, അപ്പോൾ അശോകൻ കെട്ടിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2 സ്തൂപങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപയും UP-യിൽ വാരണാസിയിലിരിക്കുന്ന ഈ ഒരു ദമേക്ക് സ്തൂപയും. ഇതും കെട്ടിയത് ആരാണ്? നമ്മുടെ അശോക ചക്രവർത്തി തന്നെയാണ്. കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മോണമെൻറ്റ്സുകളാണ് സാഞ്ചിയിലെ സ്തൂപയും ദമേക്കിലെ സ്തൂപയും. പക്ഷേ അശോകന് ശേഷം പിന്നെ മൗര്യ സാമ്രാജ്യത്തിൽ ഇതുപോലൊരു റൂളർ, അതായത് ചന്ദ്രഗുപ്ത മൗര്യെ പോലെയും അശോകനെ പോലെയും ഒരു റൂളർ പിന്നീട് വന്നില്ലായിരുന്നു. പിന്നീട് വന്നതെല്ലാം വളരെ വീക്കായിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു. ഓക്കെ, ദെൻ
ഈ മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ബൃഹദ്രഥ എന്ന് പറയുന്ന ഈ ബൃഹദ്രഥനാണ് മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി. ഈ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ലാസ്റ്റ് റൂളർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബൃഹദ്രഥനാണ് കേട്ടോ. ബൃഹദരനാണ് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് റൂളർ. ഈ ബൃഹദരന്റെ മന്ത്രി എന്ത് ചെയ്യും? കൊല്ലും. ഈ ബൃഹദരൻ ആര് കൊല്ലും? ബൃഹദരന്റെ മിനിസ്റ്ററിന്റെ പേരാണ് പുഷ്യമിത്ര സുംഗ എന്ന് പറയും കേട്ടോ. ഈ ബൃഹദരന്റെ മന്ത്രിയുടെ പേരെന്താണ്? പുഷ്യമിത്ര സുംഗ. ഈ പുഷ്യമിത്ര സുംഗ ആരെ കൊല്ലും? മൗര്യയിലെ ലാസ്റ്റ് റൂളറായ ബൃഹദരനെ കൊന്ന് അധികാരം പിടിച്ചെടുക്കും. അപ്പോൾ അവിടെ എന്ത് അവസാനിക്കും? മൗര്യ സാമ്രാജ്യം അവസാനിക്കുകയും അടുത്തൊരു ഡൈനാസ്റ്റി വരികയും ചെയ്യുന്നു. ആ ഡൈനാസ്റ്റിയാണ് സുംഗ ഡൈനാസ്റ്റി. നമുക്ക് മൗര്യന് ശേഷം നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ഡൈനാസ്റ്റിയാണ് ആര്? സുംഗ ഡൈനാസ്റ്റി. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഫൗണ്ടർ കിട്ടി. ആരാ സുംഗ ഡൈനാസ്റ്റി ഫൗണ്ടർ? പുഷ്യമിത്ര സുംഗ. സുംഗ ഡൈനാസ്റ്റി ഫൗണ്ടർ ആരാണ്? പുഷ്യമിത്ര സുംഗ. ആരെ കൊന്നുകൊണ്ട്? മൗര്യയിലെ ലാസ്റ്റ് റൂളറായ ബൃഹദരനെ കൊന്നുകൊണ്ട്. അതിന്റെ മന്ത്രിയാ, ഈ ബൃഹദരന്റെ മന്ത്രിയാണ് പുഷ്യമിത്ര സുംഗ. പക്ഷെ പുള്ളി വീക്കായതുകൊണ്ട് പുള്ളിയെ തട്ടുന്നു, അധികാരം എന്ത് ചെയ്യുന്നു? പിടിച്ചെടുക്കുന്നു. അദ്ദേഹത്തിന്റെ വംശത്തിന്റെ പേരിടുന്നു. വംശത്തിന്റെ പേര് സുംഗ. അടുത്ത ഡൈനാസ്റ്റി സുംഗ ഡൈനാസ്റ്റി. ആരാ ഫൗണ്ടർ? പുഷ്യമിത്ര സുംഗ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആരെ പറ്റി പഠിക്കാനുള്ളത്? മൗര്യ സാമ്രാജ്യത്തെ പറ്റി നമുക്ക് പഠിക്കാനുള്ള ചെറിയൊരു പോയിന്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്കിനി ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. ഹു അമംഗ് ദ ഫോളോയിങ് മൗര്യ റൂൾസ് ഫൗട്ട് ദി കലിംഗ വാർ BC 200? അപ്പോൾ കലിംഗ യുദ്ധത്തിൻ്റെ വർഷമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, നോക്കണം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെങ്കിൽ അടുത്തൊരു എക്സാമിന് ചോദിക്കാൻ പോകുന്നത് കലിംഗ യുദ്ധം ഏത് വർഷമെന്നാണ്. ഏത് വർഷമാണ്? BC 261. കലിംഗ യുദ്ധം ഏത് രാജാവാണ്? സിമ്പിൾ ചോദ്യമല്ലേ, CHSL 2022 ചോദിച്ചതാ. അശോകൻ അല്ലേ. കലിംഗ യുദ്ധം ഏത് മൗര്യ രാജാവുമായി ബന്ധപ്പെട്ടതാണ്? അശോകനുമായി ബന്ധപ്പെട്ടതാണ് ആര്? നമ്മുടെ കലിംഗ യുദ്ധം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നമ്മുടെ ജീവക, ഇത് നമുക്ക് മഗധയിൽ നിന്ന് വരുന്ന ചോദ്യമാണ് അല്ലേ. ജീവക ഈസ് ദി ഫിസിഷ്യൻ ഓഫ് വിച്ച് റൂളർ? ഏത് റൂളറിന്റെ ഫിസിഷ്യൻ, കോർട്ട് ഫിസിഷ്യൻ ആയിരുന്നു ജീവക? ആരുടെയാടാ? ഫസ്റ്റ് റൂളർ അല്ലേ, മഗധയിലെ ഫസ്റ്റ് റൂളർ ആര്? ബിംബിസാരൻ അല്ലേ. മഗധയിലെ ആദ്യത്തെ റൂളറായ ബിംബിസാരന്റെ കോർട്ട് ഫിസിഷ്യൻ ആയിരുന്നു ആര്? ഈ ജീവക എന്ന് പറയുന്നത് അല്ലേ. ബിംബിസാരന്റെ കോർട്ട് ഫിസിഷ്യൻ ആരാണ്? ജീവക. സോ ആൻസർ ആയി ജീവക. നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. അവസാനത്തെ ചോദ്യം, ഹൂ ബിൽഡ് ദമേക്ക് സ്തൂപ? ആരാണ് ദമേക്ക് സ്തൂപ കെട്ടിയത് അല്ലെ? CHSL 2022 നമ്മൾ പഠിച്ചതാണ്. സാഞ്ചി സ്തൂപയും ദമേക്ക് സ്തൂപയും കെട്ടിയത് ആരാടേ? അശോകൻ അല്ലേ. അശോകനാണ് ആ രണ്ട് സ്തൂപം. പിന്നെ ഇത് എവിടെ ഇരിക്കുന്നത്? ഈ ഒരു സ്തൂപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാരണാസിയിൽ അല്ലേ. നമ്മുടെ വാരണാസിയിലാണ് ഈ ഒരു സ്തൂപം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. സോ ആ സ്തൂപം കെട്ടിയത് ആരാണ്? അശോകനാണ്. അശോകനാണ് ദമേക്ക് സ്തൂപ എന്ത് ചെയ്തിട്ടുള്ളത്? ബിൽഡ് ചെയ്തിട്ടുള്ളത്. ദമേക്ക് സ്തൂപ കെട്ടിയത് ആരാണ്? അശോകനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത ഈ വരുന്ന കണ്ടിന്യൂസ് ക്ലാസ്സുകളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൈനാസ്റ്റികൾ, ഏഷ്യൻ ഡൈനാസ്റ്റികളെ പറ്റി നമുക്ക് എന്താണ് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.